എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുതിയ പലഹാരമാണ്. നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് രാവിലത്തെ പലഹാരം ഉണ്ടാക്കുക. അപ്പോൾ അതിന് 2 നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങിയെടുക്കുക. അങ്ങനെ നമ്മൾ പഴം കൊണ്ട് നമ്മൾ ഒരു കോഴിക്കോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങി 2 പഴം മുറിച്ച് പുഴുങ്ങിയെടുത്തു. ഇനി അത് നമ്മൾക്ക് ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇത് ഒരു 3/4 ഗ്ലാസ് വറുത്ത അരിപ്പൊടി അതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് നോക്കാം. എന്നുവെച്ചാൽ പഴത്തിൻ്റെ നനവുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കുഴയ്ക്കുക. സ്പൂണോട് ആദ്യം കുഴയ്ക്കുക. എന്നിട്ട് ചൂട് കൈയോട് തൊടാണ പാകമാകുമ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കണ പാകത്തിലുള്ള ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി കുഴച്ച് ഉരുക്കിയെടുക്കാം. നമ്മൾ പൊടി പഴത്തിൽ പൊടിയിട്ട് കുറച്ച് വെള്ളം ഉപ്പിട്ട വെള്ളമാണ് ഒഴിച്ച് നോക്കുന്നത്. അതിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കുക. ഇനി അതിലേക്കുള്ള ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിൻ്റെ നാളികേരക്കൂട്ട് റെഡിയാക്കാം. കോഴിക്കോട്ടയുടെ ഫില്ലിങ്ങിനുള്ള നാളികേരം ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു വലിയ മുറി നാളികേരം ചിരകിയത്, പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് ഇനി നമ്മളത് നല്ലോണം ഇളക്കി ഒന്ന് വിളയിച്ചെടുക്കാം. അങ്ങനെ അതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് 3 വലിയ ശർക്കരയുടെ നീരാണ് ഉരുക്കിയിട്ടാണ് അതിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിലാവുമ്പോൾ നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം. നമുക്ക് കോഴിക്കോട്ട ഉരുട്ടി നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ കയ്യിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്താ തടഞ്ഞ നെയ്യാണ് തടവിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മളെ പൊടി ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഇതേപോലെ ആക്കി നമ്മൾ ഫില്ലിങ് നിറയ്ക്കാം. ചൂടുണ്ട്, പിടിക്കാവുന്ന ചൂടുള്ളോ അത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത്ര വന്ന ഒരു ഉരുളയാക്കിയിട്ട് എടുക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളത് ഇങ്ങനെ യോജിപ്പിക്കാം. നമ്മളെല്ലാം യോജിപ്പിച്ചു. ഇനി നമ്മളിതിങ്ങനെ ഉരുട്ടി അല്ലാതെ പോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ കോഴിക്കോട്ട 6 എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചു. ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെക്കണത്. അപ്പം നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിൽ ഒരെണ്ണം വെക്കണുള്ളൂ. അടുത്ത തട്ട് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഒരേ കുഴിയിലും ഓരോന്ന് വെക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നേരം നമ്മളിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
അങ്ങനെ നമ്മുടെ പഴം കോഴിക്കോട്ട വെന്ത് കണ്ട നല്ല ഭംഗിയിൽ വെന്ത് വന്നിട്ടുണ്ട്. മാറ്റാം. പഴം കോഴിക്കോട്ട നല്ല രുചിയാണ്, നല്ല ഹെൽത്തിയാണ്. പഴം തിന്നാത്ത മക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. കഴിക്കാം. നമുക്ക് മുറിക്കാം. ഞാൻ മുറിച്ച് കാണിക്കാം. പൊട്ടിച്ച് കാണിച്ചാലും മതി. ഇപ്പോൾ ഒരു ഭംഗി വേറെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് കാണിക്കുന്നത്. കേട്ടോ, നല്ല രുചികരമായ പഴം കോഴിക്കോട്ട റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.